പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് തന്നെ. പൊക്കം നിങ്ങൾക്കൊരു പ്രശ്നമായിരുന്നു. ചിലർക്ക് നീളം കൂടിയതിൻ്റെ പ്രശ്നം, ചിലർക്ക് നീളം കുറഞ്ഞതിൻ്റെ പ്രശ്നം. എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ ഈ ലോകത്ത്. എനിക്കും ഈ ഒരു പൊക്കമില്ലായ്മ വലിയ പ്രശ്നമായിരുന്നു. കുഞ്ഞുനാൾ മുതൽ ഞാൻ കേൾക്കുന്നതാണ് അവൾക്ക് നീളമില്ല, വണ്ണമില്ല എന്ന്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ മുതൽ വണ്ണമില്ലായ്മ ഞാനങ്ങ് പരിഹരിച്ചു. എങ്ങനെയാണെന്നല്ലേ, 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് പിന്നെ വെയിറ്റ് കൂടിയതാണ് പ്രശ്നം. അവക്കങ്ങ് വലിയ വണ്ണമാണല്ലോ, നിന്നെ കണ്ടാൽ ഉരുണ്ടുരുണ്ട് വരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സമാധാനപ്പെടുന്നത് എങ്ങനെയായിരുന്നെന്നാണ്, പണ്ട് പൊക്കവും വണ്ണവും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സ്കൂളിൽ AEOയും DEOയും ഒക്കെ വരുന്ന സമയത്ത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ 3ാം ക്ലാസ്സിൽ വരെ പോയിരുന്നിട്ടുണ്ട്. 3ാം ക്ലാസ്സിൽ പോയിരിക്കുന്ന എന്നെ കണ്ടാൽ AEOയ്ക്ക് ഒരു സംശയവും തോന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ 7ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു AEOയ്ക്ക് സംശയം തോന്നുന്ന കാര്യമെന്താ? കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആൾ ഞാൻ തന്നെയായിരുന്നു. വീട്ടിലെ ഞങ്ങളുടെ അടുക്കളയിൽ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. നല്ല നീളമുള്ള ഊഞ്ഞാലൊന്നുമല്ല കേട്ടോ. ഈ കൈ പിടിച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ ചേച്ചിക്കും എനിക്കും വേണ്ടി ചെയ്തതാണ്. ചേച്ചി അതിൽ പിടിച്ച് കൂടെ അഭ്യാസമൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ചേച്ചിയുടെ അത്ര പോലും നീളം എനിക്കില്ലാത്തത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ അമ്മയായിരുന്നു എൻ്റെ അളവുകൾ. എൻ്റെ അമ്മയേക്കാൾ നീളം വെക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ അളവ് നോക്കുന്നതെല്ലാം എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് നിന്നായിരുന്നു. കാരണം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അത്ര പോലും നീളമില്ലെന്നേ. എന്തുമാത്രം ബൂസ്റ്റും ഹോർലിക്സും കോംപ്ലാനും ഒക്കെയാണ് ഞാൻ തിന്നു തീർത്തതെന്നോ. ബൂസ്റ്റിൻ്റെയും ഹോർലിക്സിൻ്റെയും കോംപ്ലാൻ്റെയും കുപ്പികൾ കാലിയാകുന്നതല്ലാതെ 1 ഇഞ്ച് പോലും നീള വ്യത്യാസം എനിക്കുണ്ടായില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് ഇരിക്കേണ്ട നമ്മുടെ ഈ പൊക്കമില്ലാത്ത ആൾക്കാരുടെ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആളാണ് ഞാൻ. എല്ലാ അസംബ്ലിക്കും മുമ്പിൽ തന്നെ നിൽക്കുകയും വേണമായിരുന്നു. പിന്നെ പൊക്കമില്ലായ്മയുടെ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും രസകരമായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ തോന്നി. പണ്ട് ദേവയെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു സ്കാനിങ് സെൻറ്ററിൽ ഞാൻ ചെന്നു. കൊട്ടാരക്കരയിലുള്ള ഒരു പ്രശസ്തമായ ഒരു സ്കാനിങ് സെൻറ്ററിൽ തന്നെയാണ് ഞാൻ ചെന്നത്. സ്കാനിങ്ങിനിടയിൽ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് കുറച്ച് നീളക്കുറവുണ്ട്. കുറച്ച് വിഷമത്തോടെ തന്നെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. എൻ്റെ കുഞ്ഞിന് നീളക്കുറവോ? ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഷാരു അണ്ണനോട് ഇത് ചെന്ന് പറഞ്ഞു. എന്തിനും ഏതിനും ടെൻഷൻ അടിക്കുന്ന ഷാരു അണ്ണന് അത് അതിലും വലിയ തലവേദന. പുള്ളിക്കാരൻ, നമ്മുടെ കുഞ്ഞിന് നീളമില്ലേടെ, എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ? ഡോക്ടർ അങ്ങനെ എടുത്തു പറയണമെങ്കിൽ കുഞ്ഞിന് തീരെ നീളക്കുറവായിരിക്കുമല്ലോ, എന്തായിരിക്കും പ്രശ്നം? ഷാരു അണ്ണൻ ആകെ ടെൻഷൻ. അത് കേട്ടപ്പോൾ എനിക്കും ടെൻഷൻ. ഞാൻ വീണ്ടും ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, ഒരു സംശയം ചോദിച്ചോട്ടെ? അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ്, ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു, അല്ല ഡോക്ടറെ, എനിക്ക് നീളക്കുറവാണ്. എൻ്റെ ഹസ്ബൻഡിന് എന്നേക്കാൾ കുറച്ച് നീളമേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊന്നും വലിയ നീളമുള്ള ആൾക്കാരൊന്നുമല്ല. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയ നീളമൊന്നുമില്ല. അത് വെച്ച് നോക്കുമ്പോൾ അത്രയും നീളക്കുറവേ എൻ്റെ കുഞ്ഞിനുള്ളൂ. ഞാൻ പറഞ്ഞു, ഇയാൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീളക്കുറവെന്ന് പറഞ്ഞാൽ കാലിന് ഇത്തിരി ഒരു നീളക്കുറവുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു സാധാ ഒരു കുഞ്ഞ് തന്നെ. അല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ലെങ്കിൽ ആ ഡോക്ടർ എന്തിനാണോ എന്തോ എന്നോട് ആ കാര്യം പറഞ്ഞത്. പണ്ട് മുതലേ നീളം എനിക്കൊരു പ്രശ്നം തന്നെയാണ്, അന്നും ഇന്നും എല്ലാം. പക്ഷെ ദേവ ജനിച്ചപ്പോൾ വലിയ നീളക്കുറവൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ഡോക്ടറിന് ചിലപ്പോൾ എല്ലാം നീളമുള്ള കുട്ടികളെ കണ്ടിട്ട് എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഇത്തിരി നീളക്കുറവ് തോന്നിയത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്, അല്ലേ? ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടായിരിക്കും, ഇവളെന്താണ് ഈ നീളത്തിൻ്റെ കാര്യമൊക്കെ ഇപ്പം ഇവിടെ പറയുന്നതെന്ന്. ചുമ്മാ പറഞ്ഞതാ. ചുമ്മാ എന്നെ കാണുമ്പോൾ നീളം കുറഞ്ഞു പോയല്ലോ, നീ വീണ്ടും ചെറുതായല്ലോ, നീ വീണ്ടും വണ്ണം വെച്ചല്ലോ, വയറ് വീണ്ടും കൂടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇപ്പോഴും എൻ്റെ ചുറ്റും. അവരോടാണ് ഞാൻ പറയുന്നത്, മനുഷ്യരെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ്? ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചങ്ങ് പോകട്ടെ. നിങ്ങൾക്ക് കാണുന്നതിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്നെ നോക്കാതിരുന്നാൽ പോലെ. എന്തിനാണ് ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറയുന്നത്? അങ്ങനെ പറയാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലായിരിക്കുമല്ലേ? ഞാനും അത് മനസ്സിലാക്കുന്നു.